ഉമ്മയെന്ന മഹാത്ഭുതം. മനുഷ്യജീവിതമെന്ന പരീക്ഷണത്തിൽ ഉമ്മയോളം പവിത്രവും കരുത്തുറ്റതുമായ മറ്റൊരു ബന്ധമില്ല. ഉമ്മയെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു തണൽ അനുഭവപ്പെടും. നാം ആദ്യമായി കേട്ട ആ ഹൃദയമിടിപ്പ്, ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ നമ്മെ പൊതിഞ്ഞു സൂക്ഷിച്ച ആ സ്നേഹക്കൂട്, അതാണ് ഉമ്മ. ഉമ്മയെന്നത് കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ദൈവീകമായ ഒരു അടയാളമാണ്. കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കി എഴുതിയാലും തീരാത്തത്രയും വലിയൊരു കഥയാണ് ഓരോ ഉമ്മയുടെയും ജീവിതം. നിശബ്ദമായ ത്യാഗമാണ് ഓരോ ഉമ്മയുടെയും മുഖമുദ്ര. താൻ അനുഭവിക്കുന്ന വേദനകളോ പ്രയാസങ്ങളോ പുറത്തു കാണിക്കാതെ മക്കളുടെ സന്തോഷത്തിനായി ഉരുകിത്തീരുന്ന മെഴുകുതിരിയാണവർ. പനിച്ച് വിറച്ചു കിടക്കുമ്പോൾ ഉറക്കമിളച്ച് കാവലിരുന്ന ആ കണ്ണുകളും, വിശന്നു വരുമ്പോൾ സ്വന്തം വയറ് നിറക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ആ വിഭവങ്ങളും ഉമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം വിളിച്ചോതുന്നു. ലോകം നമ്മെ തള്ളിപ്പറയുമ്പോഴും തളർന്നു വീഴുമ്പോഴും താങ്ങായി നിൽക്കുന്ന ഒരേ ഒരു ശക്തി ആ കൈകളാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ അടിത്തറ പാകുന്നതും ഉമ്മയുടെ ക്ഷമയും പ്രാർത്ഥനയുമാണ്. ആത്മീയമായി നോക്കിയാൽ സ്വർഗം ഉമ്മമാരുടെ പാദങ്ങൾക്കടിയിലാണ് എന്ന വചനം ഉമ്മയുടെ മഹത്വം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മക്കൾക്ക് വേണ്ടി പടച്ചവൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടെ കൈനീട്ടുന്ന ഉമ്മയുടെ പ്രാർത്ഥനകൾ നമുക്ക് ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും നീങ്ങുന്നത്, ഭാഗ്യങ്ങൾ തേടി വരുന്നത് ഒരുപക്ഷേ ഉമ്മയുടെ ആ നിശബ്ദമായ തേങ്ങലുകളുടെ ഫലമായിരിക്കാം. മക്കളുടെ ചെറിയൊരു നോട്ടം പോലും ഉമ്മയ്ക്ക് വലിയ വിജയമാണ്. ഉമ്മയുടെ കൈകൾക്കൊരു പ്രത്യേക ഗന്ധമുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഗന്ധമാണ്. തൊട്ടിലിനെ താരാട്ടിയ, നമ്മുടെ കണ്ണുനീർ തുടച്ച, നമുക്ക് വേണ്ടി ആയിരക്കണക്കിന് വട്ടം ഭക്ഷണം പാകം ചെയ്ത ആ കരങ്ങൾ കാലക്രമേണ ചുളിവുകൾ വീണ് ക്ഷീണിച്ചേക്കാം. എങ്കിലും ഒരു മകനെ സംബന്ധിച്ചോ മകളെ സംബന്ധിച്ചോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ ഇടം ആ കരവലയമാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ തളരുമ്പോൾ ഉമ്മയുടെ ഒരു വാക്ക് നൽകുന്ന ആശ്വാസം കോടിക്കണക്കിന് രൂപയേക്കാൾ വിലപ്പെട്ടതാണ്. മൗനമായിരിക്കുമ്പോൾ പോലും ആ സാന്നിധ്യം വീടിന് നൽകുന്ന ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പ്രായമാകുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ഉമ്മയ്ക്കും സ്വന്തമായി ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ മക്കളുടെ വളർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടി അവയെല്ലാം അവർ സന്തോഷത്തോടെ വേണ്ടെന്ന് വെച്ചു. ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കും. നമുക്ക് ജീവൻ നൽകിയ, സംസാരിക്കാനും നടക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ച ആ മഹാത്ഭുതത്തിന് പകരം നൽകാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഉമ്മ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നതാണ് നാം അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. ചുരുക്കത്തിൽ, ഒരു വീടിൻ്റെ ഹൃദയമിടിപ്പാണ് ഉമ്മ. കുടുംബം ചിതറിപ്പോകാതെ ചേർത്ത് പിടിക്കുന്ന അദൃശ്യമായ ചരടാണവർ. പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ ഭൂമിയിലെ പ്രതിഫലനമാണ് ആ സ്നേഹം. ലോകം എത്ര മാറിയാലും, നമ്മൾ എത്ര വലിയ നിലയിലെത്തിയാലും, ഉമ്മയുടെ മുൻപിൽ നമ്മൾ എന്നും ആ ചെറിയ കുട്ടികൾ തന്നെയാണ്. ഉമ്മയുള്ള വീട് ഒരു സ്വർഗമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഉമ്മയെന്ന് വിളിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതാണ്. ആ തണൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല.